ഹായ് ഓൾ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവരും ഹാപ്പി ആയിട്ട് സുഖമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നോക്കാമല്ലേ. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വ്ളോഗിൻ്റെ കണ്ടിന്യൂഷനാണ് നെക്സ്റ്റ് വ്ളോഗ് എന്നുള്ളത്. അപ്പോൾ ഇതാണ് ആ വ്ളോഗ്. അതുകൊണ്ടാണ് ഇത് ഇടയ്ക്ക് മുറിച്ചിട്ട പോലെ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോൻ്റെ കണ്ടിന്യൂഷനാണ്. ഇന്ന് താത്ത വരുന്നത് കൊണ്ട് ചിക്കൻ കറിയും നെയ്ച്ചോറും വെക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും വിരുന്നുകാരൊക്കെ വരുന്നതല്ലേ, അപ്പോൾ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് ചിക്കൻ കറി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പോൾ താത്താനെയും മക്കളെയും കൂടി വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ഇവിടെ അടുത്ത് തന്നെയാണ് അവരുടെ വീട്. അപ്പോൾ വേഗം വരാനായിട്ട് പറഞ്ഞു. അവർ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. ഞാനും ഇവിടുന്ന് ഇടയ്ക്കിടയ്ക്ക് പോവാറുണ്ട്. അങ്ങനെ ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി ഫ്രൈ ചെയ്യാനുള്ളത് മസാലകളൊക്കെ പുരട്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കറി കൂടി ഒന്ന് റെഡിയാക്കണം. അതിലേക്ക് കറിക്ക് വേണ്ട ചിക്കനിലേക്ക് വലിയുള്ളി, തക്കാളി, കറിവേപ്പില, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, ഗരം മസാല, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായി കൈവച്ച് മിക്സ് ചെയ്തിട്ട് തന്നെ വേവിക്കാനായിട്ട് വെക്കാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇതിപ്പോൾ വിറകടുപ്പൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെ സിമ്പിളായിട്ട് ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈസി വേർഷൻ ഓഫ് ചിക്കൻ കറി എന്നൊക്കെ പറയാം. പണ്ട് ഉമ്മയൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഇതുപോലെ പെട്ടെന്ന് തട്ടിക്കൂട്ടിയ ഒരു ചിക്കൻ കറി ആണെങ്കിലും ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും. വഴട്ടുക ഒന്നും ചെയ്ത് സമയം കളയാണ്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനായിട്ട് പറ്റും. പക്ഷെ ഭയങ്കര ടേസ്റ്റും ആയിരിക്കും. ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതുപോലെ ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇപ്പോൾ വിറകടുപ്പില്ലാത്തത് കൊണ്ട് ഗ്യാസിൽ തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. ഗ്യാസും പിന്നെ ഇലക്ട്രിക് ടോപ്പും ഉണ്ട്. അപ്പോൾ അതിൽ മൺചട്ടിയൊന്നും വെച്ചാൽ സെറ്റാവില്ല. അപ്പോൾ മൺചട്ടിയിൽ ഗ്യാസിൽ തന്നെ വെക്കണം. അപ്പോൾ മൺചട്ടിയിൽ വെച്ചത് പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതിൽ വെക്കാമെന്ന് കരുതിയത്. അപ്പോൾ വെച്ച് അതിൽ വെള്ളം ചെറുതായിട്ട് ഒന്ന് കുടഞ്ഞു കൊടുത്താൽ മതി. ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും. ചെറിയ തോതിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ നല്ല രീതിയിൽ വെള്ളമായിട്ടുണ്ട്. ചിക്കൻ ഇത് ഫുള്ളായതുകൊണ്ട് ഇളക്കാൻ ഇത്തിരി പ്രയാസമുണ്ട്. അതുപോലെ തന്നെ ചിക്കനിൽ പൊടികൾ ഇട്ടിട്ട് മിക്സ് ചെയ്യാനും കുറച്ച് ബുദ്ധിമുട്ടി. എന്നാലും കുഴപ്പമില്ല. ചിക്കൻ ഇതിൽ സെറ്റായിട്ട് വെന്തപ്പോൾ സെറ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേഗം ചിക്കൻ കറിയൊക്കെ റെഡിയാക്കുന്നുണ്ട്. പിന്നെ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇതുപോലുള്ള ഡേ ഇൻ മൈ ലൈഫ് ഡെയിലി വ്ളോഗ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ചാനൽ യൂസ്ഫുള്ളാവും. ഞാൻ അതുപോലുള്ള കണ്ടൻറ്റാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ വീഡിയോസൊക്കെ ഇഷ്ടമാവണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ വീഡിയോസിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻ്റായിട്ടും നിങ്ങൾ എന്നെ അറിയിക്കുക. അത് ഒരുപാട് സന്തോഷമാണ്. നിങ്ങളുടെ കമൻസൊക്കെ വായിക്കുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നാറുണ്ട്. നല്ല നല്ല കമൻസൊക്കെ കാണാറുണ്ട്. ഇനി മുതൽ ഞാൻ നല്ല കമൻസ് പിൻ ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടും കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും വിട്ടുപോകരുത് കേട്ടോ. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത്. അപ്പോൾ ചിക്കൻ കറിയൊക്കെ ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റിൽ തന്നെ കിട്ടി. ഞാൻ ഉദ്ദേശിച്ച ആ ഒരു ലെവലിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഉമ്മമാർ വെക്കുന്ന ടേസ്റ്റ് നമുക്ക് വരില്ലായിരിക്കും. എന്നാലും അതിനോടടുത്തായിട്ട് വെച്ചിട്ടുണ്ട് ഞാൻ. ഇതിപ്പോൾ കണ്ടത് ഈ ഒരു ചെറിയ താളിക്കുന്ന സംഭവം ആയതുകൊണ്ട് തന്നെ ചുറ്റിലും തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനിവിടെയൊക്കെ കൗണ്ടർ ടോപ്പും ഗ്യാസ് ടോപ്പും ഒക്കെ ക്ലീൻ ചെയ്ത് കിച്ചൺ ക്ലീൻ ചെയ്ത് വെച്ചതായിരുന്നു. അപ്പോൾ താളിക്കുമ്പോൾ അതിൻ്റെ എണ്ണയൊക്കെ തെറിച്ച് വൃത്തികേടാവണ്ടല്ലോ എന്ന് കരുതിയിട്ട് മൂടി വെച്ചതാണ്. എന്നാലും ചെറുതായിട്ടൊക്കെ തെറിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ ചിക്കൻ കറി താളിച്ച് ഒഴിച്ചിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ അവർ വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ വീട്ടിന് കുറച്ചടുത്ത് തന്നെയാണ് എൻ്റെ താത്തയുള്ളത്. താത്തയും മക്കളും ഇടയ്ക്കിടയ്ക്ക് എൻ്റെ വീട്ടിലേക്ക് വരാറുണ്ട്. തൊട്ടടുത്ത് തന്നെ ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾക്ക് കാണാൻ പറ്റും. ആ ഒരു ഭാഗ്യമുണ്ട്. ഈ ഒരു ഭാഗ്യം എന്നും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ അവർ വന്ന ശേഷം കുറച്ച് നേരം അവരുടെ കൂടെ ഇരിക്കലും വർത്താനം പറയലൊക്കെ കഴിഞ്ഞ് വീണ്ടും കിച്ചണിലേക്ക് വന്ന് ചോറ് വെക്കാനും നോക്കാമെന്ന് വിചാരിച്ചു. നെയ്ച്ചോറാണ് വെക്കുന്നത്. അപ്പോൾ നെയ്ച്ചോറിനുള്ള ഓയിലും നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പാത്രത്തിൽ. ഈ ഒരു പാത്രം എൻ്റെ ഇഡ്ഡലി സ്റ്റീമറാണ്. ഞാൻ ഈ ഇഡ്ഡലി സ്റ്റീമറിലാണ് മിക്ക
മിക്കവാറും ചോറ് വെക്കാറ്. ബിരിയാണി, നെയ്ച്ചോറ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഞാൻ ഇതിൽ തന്നെയാണ് വെക്കാറ്. കറക്റ്റ് ഇതിൽ 1 കിലോ അരി കറക്റ്റായിട്ട് കൊള്ളും. കറക്റ്റ് ലെവലായിരിക്കും 1 കിലോ റൈസൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ. ചിക്കനായിട്ട് വെക്കുമ്പോൾ കറക്റ്റ് ആവില്ല, ഒരുപാട് നിറഞ്ഞു പോവും, ഇളക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇതിലിപ്പോൾ 1 കിലോ റൈസ് തന്നെ വെക്കുമ്പോൾ ഫുള്ളായിട്ട് നിറഞ്ഞ് ശരിക്കും അങ്ങോട്ട് ഇളക്കാനായിട്ട് പറ്റില്ല. പിന്നെ ഞാൻ ശ്രദ്ധിച്ച് പതുക്കെ പതുക്കെ ഇളക്കി അങ്ങനെ മിക്സ് ചെയ്തെടുക്കും. അപ്പോൾ നെയ്ച്ചോറിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ നോക്കുന്നുണ്ട്. ഞാൻ കുറേ ആയി നെയ്ച്ചോറ് വെച്ചിട്ട്, അതുകൊണ്ട് എനിക്കൊരു ലെവൽ അങ്ങോട്ട് കിട്ടിയിട്ടില്ല. എന്നാലും ഞാൻ തട്ടിക്കൂട്ടി ഒപ്പിച്ചെടുത്ത നെയ്ച്ചോറാണ്. പക്ഷേ ടേസ്റ്റ് ഉണ്ടായിരുന്നു, എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. സാധാരണ വെക്കുന്നത് പോലെയല്ല, സാധാരണ ഞാൻ നെയ്ച്ചോറല്ല വെക്കാറ്, ബിരിയാണിയാണ് വെക്കാറ്. അപ്പോൾ സാധാരണ വെക്കുന്നത് പോലെയല്ല, നല്ല ടേസ്റ്റ് ഉണ്ട് എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ ഇനിയും നെയ്ച്ചോറ് തന്നെ ട്രൈ ചെയ്ത് അതിന് കുറച്ചുകൂടി ഒന്ന് നന്നാക്കാനായിട്ട് നോക്കണം. അപ്പോൾ ഒരു പാത്രം അരിക്ക് 2 പാത്രം വെള്ളം എന്നുള്ള ലെവലിലാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത് വലിയ ജീരകമാണ്. നല്ല ഫ്ലേവർ ഉണ്ടാവും കേട്ടോ നെയ്ച്ചോറ് വെക്കുമ്പോൾ. പിന്നെ ആവശ്യത്തിന് കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. കല്ലുപ്പ് വെക്കുമ്പോൾ ബിരിയാണി, നെയ്ച്ചോറൊക്കെ വേറൊരു ടേസ്റ്റായിട്ട് തോന്നിയിട്ടുണ്ട്. അതുപോലെ നാരങ്ങ നീരും പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ചെറിയ പുളിപ്പ് കിട്ടുമ്പോൾ അതും ഒരു പ്രത്യേക ടേസ്റ്റ് വരും. അപ്പോൾ ഇതുപോലുള്ള ടിപ്സൊക്കെ എൻ്റെ ഉമ്മാൻ്റെ നിന്നാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതുപോലെയൊക്കെ ചെയ്ത് നോക്കാറുണ്ട്. പിന്നെ പല ഭാഗത്തു നിന്ന് കാണുമ്പോൾ ഞാൻ അതുപോലെയൊക്കെ ചെയ്ത് നോക്കും. ചിലത് സക്സസ് ആവും, ചിലത് സക്സസ് ആവാറില്ല. എന്നാലും കുഴപ്പമില്ല, ഫുഡ് വേസ്റ്റ് ചെയ്യാറൊന്നുമില്ല. അങ്ങനെ നെയ്ച്ചോറിനുള്ള വെള്ളമൊക്കെ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. നല്ലതുപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഈ ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റൊക്കെ എണ്ണയിൽ മൊരിഞ്ഞത് അടിയിൽ നിൽക്കുന്നുണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായി ഇളക്കി കൊടുത്ത് തിളപ്പിക്കാനായിട്ട് വെക്കുക. അതിൻ്റെ ഫ്ലേവറും അതിൻ്റെ ടേസ്റ്റും ഒക്കെ നല്ല രീതിയിൽ ചോറിനെ ബാലൻസ് ചെയ്ത് വെക്കും കേട്ടോ. അപ്പോൾ തക്കാളി ഇടാറില്ല നെയ്ച്ചോറിൽ. ഞാനിപ്പോൾ ബിരിയാണി വെക്കുന്നതിൻ്റെ ആ ഒരു ലെവലിൽ തക്കാളി മുറിച്ചിട്ടതാണ്. തക്കാളി ഇടണമെന്നില്ല കേട്ടോ. പിന്നെ കഴുകി വെച്ച അരി ഇടുന്നുണ്ട്. അരി ഇട്ടതിന് ശേഷം നന്നായി ഇളക്കിയിട്ട് മൂടി വയ്ക്കുക. കുറച്ചൊന്ന് തിള വരുമ്പോൾ ഫ്ലെയിം സിമ്മിലാക്കിയിട്ടിട്ട് അല്ലെങ്കിൽ മീഡിയം ടു ലോ ഫ്ലെയിമിലാക്കിയിട്ടിട്ട് വേവിച്ചെടുക്കുക. ഈ ഒരു ടൈമിൽ ക്യാരറ്റ് ഇട്ട് കൊടുക്കുക. ക്യാരറ്റ് ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും ചോറ്. ഇതിപ്പോൾ തക്കാളി ഞാൻ ഇട്ട് കൊടുത്തത് ക്യാരറ്റ് ഇട്ട് കൊടുത്ത പോലെയായി, നല്ല ഭംഗിയുണ്ടായിരുന്നു ചോറ്. വെള്ള റൈസിൽ തക്കാളിൻ്റെ കളർ കൂടി വന്നപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഇതിനി ഒന്ന് തിളച്ച് സെറ്റായി വരട്ടെ. ഒന്ന് തിളച്ച് വന്നാൽ പിന്നെ കുറച്ച് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കണം. എന്നാലേ കറക്റ്റായിട്ട് ഇതിനുള്ളിലുള്ള അരിയും കൂടെ ഒന്ന് വെന്ത് വരുമോ. അല്ലാന്നുണ്ടെങ്കിൽ ചോറ് കഴിക്കുമ്പോൾ വേകാത്ത പോലെ ഉണ്ടാവും. അപ്പോൾ ഇതൊന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കുന്ന വീഡിയോസൊന്നും ഞാനിത് എടുത്തിട്ടില്ല. ഇതിപ്പോൾ ചോറ് ഏകദേശം റെഡിയായി വന്നു. ആ ഒരു സമയത്താണ് ഞാൻ പിന്നെ വീഡിയോ എടുക്കാനായിട്ട് തുടങ്ങിയത്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്കായിട്ട് എൻ്റെ ഫോണ് ട്രൈപോഡിൽ നിന്ന് വെറുതെ വീഴുന്നുണ്ടായിരുന്നു. അത് സ്ലിപ്പായിട്ട് വീഴുന്നുണ്ടായിരുന്നു. ഞാൻ വലിയ റേറ്റൊന്നും ഉള്ള ട്രൈപോഡല്ല വാങ്ങിയത്. ഞാൻ ബിഗിനർ അല്ലേന്ന് കരുതിയിട്ട് റേറ്റ് കുറഞ്ഞൊരു ട്രൈപോഡാണ് വാങ്ങിയത്. അതുകൊണ്ട് തന്നെ ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഇപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട്. നിങ്ങൾ ട്രൈപോഡ് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് പൈസയൊക്കെ നോക്കിയിട്ടൊക്കെ വാങ്ങിക്കാനായിട്ട് നോക്കുക. നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ബെസ്റ്റായിട്ടുള്ള ട്രൈപോഡ് തന്നെ വാങ്ങിക്കുക. ഇപ്പോൾ ചോറിൻ്റെ മേലെ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ റോസ്റ്റ് ചെയ്തിട്ടിട്ടുണ്ട്. കുറച്ച് മല്ലിയില പുതിനയില കൂടി വെച്ചിട്ടുണ്ട്. ഒന്ന് ദം ചെയ്യാനായിട്ട് വെച്ച് അപ്പോൾ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, സെറ്റായിട്ടുണ്ട്. പിന്നെ ചോറ് ഉണ്ണുന്ന വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല. ഇത് കഴിഞ്ഞതും ഞാൻ ഫ്രഷ് ആവാനും അലക്കാനൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് അലക്കി വിരിച്ചിട്ടതിന് ശേഷമാണ് ചോറ് ഉണ്ണാനായിട്ട് നിന്നത്. അപ്പോഴേക്കും മോന് ഉറക്കം വന്ന് ഭയങ്കര കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു. മക്കളുടെ കൂടെയൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്ന് ഉറക്കം വന്നപ്പോൾ അവൻ വല്ലാണ്ട് കരയാനൊക്കെ തുടങ്ങി. അപ്പോൾ പിന്നെ അതുവരെ വീഡിയോസൊക്കെ എടുത്തുള്ളൂ. പിന്നെ താത്താൻ്റെ മോൻ കഴിക്കുന്നത് ചെറുതായിട്ടൊന്ന് ആഡ് ചെയ്തതുകൊണ്ട് അത് ഇതിൽ ആഡ് ചെയ്യാനായിട്ട് പറ്റി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഓക്കെ, ബൈ.